ഈ പണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നു, അതായത് പൂമയുടെ അന്ന് വരെ ചെയ്തിരുന്ന ഒരു ബ്രാൻഡ്, അതായത് ഇത്രയും 100 കോടിയോളം എന്തോ ഉള്ള ഒരു ഡീൽ ഉപേക്ഷിച്ചിട്ടാണ് വിരാട് കോഹ്ലി അയാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡിങ് വേണം എന്ന് പറഞ്ഞിട്ട് 180 എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ? വിരാട് കോഹ്ലി ഈ എൻഡോഴ്സ്മെൻറ്റ് പാർട്ട്ണർഷിപ്പും ചെയ്യുന്നുണ്ട്, കോ ഫൗണ്ട് ചെയ്ത ബ്രാൻഡുകളുണ്ട്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് പാർട്ട്ണർഷിപ്പാണ് റോങ് എന്നുള്ളൊരു ബ്രാൻഡ് ഒരു സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട്. അയാളുടെ സ്വന്തം ഇനീഷ്യേഷനിലുള്ളൊരു ബ്രാൻഡാണ് 180. 180 എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് അല്ലെങ്കിൽ 180 ഷൂസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ പോലെ 180 കമ്മ്യൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ 180 ആദ്യം പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നത് പ്യൂമനായിട്ടാണ്. അന്ന് പ്യൂമനായിട്ട് ഈ വിരാട് കോഹ്ലിക്ക് ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, കാരണം ഓൾറെഡി പ്യൂമയുടെ അംബാസഡർ ആയിരുന്നു. ഇപ്പം അവരെന്ത് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്തു പ്യൂമയിൽ നിന്ന്, എന്നിട്ട് സ്വന്തമായിട്ട് വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തമായിട്ട് എത്തിക്കാൻ നമ്മൾ വിരാട് കോഹ്ലി ഇരുന്നതിൻ്റെ മാനുഫാക്ചറിങ് നോക്കാനോ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ടീമിനെ ഉണ്ടാക്കി അതിനെ മാനേജ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്, അജിലിറ്റാസ് എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ അജിലിറ്റാസിൻ്റെ ഒരു പ്രത്യേകത, ഫോർമർ CEO ഓഫ് പ്യൂമ ആണ് അതിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ ഒരു കമ്പനിയിലേക്ക് ഇവർ കൊളാബറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ രണ്ടും കൂടി ലയിപ്പിച്ചാണ് ഇപ്പോൾ 180 വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ അജിലിറ്റാസ് ഭയങ്കര അടിപൊളി ബിസിനസ് ആണെന്ന് വിരാട് കോഹ്ലിക്ക് തോന്നിയത് കൊണ്ടാവാം അദ്ദേഹം ഒരു 40 കോടി രൂപ അജിലിറ്റാസിൽ ഇൻവെസ്റ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്.